പണിഷ്മെന്റ്സിന് നമ്മളെപ്പോഴും നമ്മുടെ ഒരു മൈൻഡ് പ്രിപ്പയർ ആയിരിക്കണം. അവിടെ 2 വർഷം നിന്ന് പക്ഷെ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് അറിയില്ലാത്ത അവിടുത്തെ കുറച്ച് പ്രശ്നങ്ങൾ, അവിടുത്തെ കുട്ടികൾ കുറച്ച് നമ്മുടെ ഈ നാട്ടിലത്തെ ഒരു കൾച്ചറല്ല. നിങ്ങൾ മലയാളികൾക്ക് തന്നെ തമ്മിലുള്ള പ്രശ്നങ്ങൾ വേറെ ഉണ്ട് കേട്ടോ. ലീവ് കഴിഞ്ഞ് വരാനിരിക്കുമ്പോഴായിരിക്കും അവിടെ നിന്ന് പറയുന്നത് നിങ്ങൾക്ക് ടെർമിനേഷൻ ആണ്. ഈ സ്ഥലത്ത് നിന്ന് നമുക്ക് ട്രാൻസ്ഫർ അടിച്ച് വേറെ ഏതെങ്കിലും ഒരു ഗുദാവിലേക്ക്. നമ്മളോട് അവർക്ക് യാതൊരുവിധ കമ്മിറ്റ്മെന്റും ഇല്ല. അതാണ് ഇപ്പോൾ ഈവൻ തെറ്റ് ചെയ്തില്ലേ പോലും, അതാണ് അവിടുത്തെ ഹൈലൈറ്റ്. എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടാം, ട്രാൻസ്ഫർ അടിക്കാം, നമുക്ക് പണിഷ്മെന്റ്സ് ഉണ്ടാവും. ബട്ട് വർക്കിംഗ് ഇൻ ദ മാൽദീവ്സ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ പ്രൊഫഷണൽ ടീച്ചേഴ്സ്. ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എന്താണ് തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ മാൽദീവ്സിലേക്കുള്ള ടീച്ചേഴ്സ് വേക്കൻസിന്റെ കാര്യങ്ങളെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എപ്പോഴും ടീച്ചേഴ്സിന്റെ വേക്കൻസി റിലേറ്റഡ് വീഡിയോസ് ഇടുന്നതാണ് എമോഷനിലേക്കുള്ളത്. അപ്പോൾ ഈ ഒരു ജൂലൈ ഓഗസ്റ്റിലേക്ക് സാധാരണ രീതിയിൽ വേക്കൻസീസ് വരുന്നതാണ്. അപ്പം ഏജൻസിക്കാരൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ഇൻസ്റ്റയിലാണെങ്കിലും കമന്റ്സിലൊക്കെ ആണെങ്കിലും വേക്കൻസി വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു മെസ്സേജ് ഉണ്ട്. ഞാൻ വീഡിയോ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഞാനിപ്പോൾ ചെയ്യാൻ എന്നെ പ്രചോദിതമാക്കിയത് ഞാൻ തന്നെ പണ്ടൊക്കെ വീഡിയോസ് ഇടുന്ന സമയത്ത് എനിക്ക് കമന്റ്സിൽ ഒരുപാട് കാര്യങ്ങൾ, അതായത് ടീച്ചേഴ്സിന് വന്നാൽ എങ്ങനെയാണ്. അപ്പോൾ എനിക്ക് ടീച്ചേഴ്സിന്റെ കാര്യം കൂടുതൽ അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ വേക്കൻസിയിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. എന്നാലും കമന്റ്സ് ഒക്കെ വരുന്നുണ്ടായിരുന്നു, വന്നിട്ട് മാൽദീവ്സിലേക്ക് ടീച്ചേഴ്സിന് അത്ര നല്ലതല്ല എന്നുള്ള അഭിപ്രായത്തിലൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിനെപ്പറ്റി ഒന്നും ഇതുവരെ മെൻഷൻ ചെയ്ത് സംസാരിച്ചിട്ടോ ഒന്നുമില്ല. അപ്പോൾ ഇന്നലെ ഞാൻ ഒരു കമന്റ് കണ്ടു. ഒരാൾ പേരൊന്നും പറയുന്നില്ല, കാരണം നമ്മൾ വേറൊരു കൺട്രീനെ പറ്റി പറയുന്നതാണ്. അല്ലെങ്കിൽ പക്ഷെ പുള്ളിക്കാരൻ അത് ഫുള്ള് ടൈപ്പ് ചെയ്തിട്ടുള്ളത് ഇംഗ്ലീഷിലാണ്. അപ്പം നമ്മൾ വേറൊരു രാജ്യത്തെ പറ്റി പറയുമ്പോൾ നമ്മളത് ഒത്തിരി ചിന്തിച്ചിട്ട് വേണം. കാരണം അവിടെ ചിലപ്പോൾ ജോലി ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് അവരുടെ ജോലിനെ വരെ ബാധിക്കുന്നതാണ്. അപ്പം നമുക്ക് എന്തായാലും അഭിപ്രായങ്ങളുണ്ടാവും നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തെ പറ്റിയാണെങ്കിലും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരുന്നതിനെ പറ്റി, അതായത് മലയിലേക്ക് വരുന്നവരോട് പറയാനുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ പബ്ലിക്കായിട്ട് ഒരു പോസ്റ്റ് ഇടുമ്പോൾ അത് ശ്രദ്ധിച്ചാൽ, ഇപ്പം ഞാനാണെങ്കിലും ഇപ്പോൾ യൂട്യൂബ് ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ പറയുമ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് തന്നെ പറയണം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പണി 8ന്റെ കിട്ടും എന്നൊക്കെയാണ്. ഓക്കെ, എനിവേ ആദ്യം ഞാൻ വേക്കൻസിനെ പറ്റി പറഞ്ഞിട്ട് ബാക്കി ഞെട്ടിക്കുന്ന സത്യങ്ങളിലേക്ക് പോവാന്നൊക്കെ. അങ്ങനെയൊന്നുമില്ല കേട്ടോ, ഞാൻ ജസ്റ്റ് ചുമ്മാ പറഞ്ഞതാണ്. അപ്പം ടീച്ചേഴ്സ് വേക്കൻസി വന്നിട്ടുണ്ട്. എംഒഎച്ചിലേക്കാണ്, അവിടുത്തെ അതായത് മാൽദീവ്സ് ഐലൻഡിൽ ഗവൺമെന്റ് സ്കൂളുകളിലേക്കുള്ള ഒട്ടുമിക്ക സബ്ജക്ട്സിലേക്കും വന്നിട്ടുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, അങ്ങനെ ബിറ്റ് ഓഫ് ഹോസ്പിറ്റാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നമ്മുടെ ഇവിടുത്തെ നാട്ടിലെ സബ്ജക്ട്സ് അല്ലാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ എല്ലാത്തിലേക്കും അവർ ഒഴിവുകൾ ഇട്ടിട്ടുണ്ട്. 80 to 90K ആണ് അവർ സാലറി പറയുന്നത്. അത്രയും ഒരു 75K തൊട്ടായിരിക്കും പറയുന്നതായിരിക്കും, ഒരു ആ റേഞ്ച് പറയുന്നതായിരിക്കും നല്ലത്. പിന്നെ അറിയാലോ അവിടുത്തെ എക്സ്ട്രാ OT ടൈം, അതുപോലെ പിന്നെ ബാക്കി എടുക്കുന്ന കാര്യങ്ങളൊക്കെ, ട്യൂഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവിടെ സാലറി. നമുക്കൊരു കറക്റ്റ് സാലറി എല്ലാ ഐലൻഡിലും ടീച്ചർമാർക്ക് എല്ലാവർക്കും ഒരേ സാലറി എന്ന് പറയാൻ പറ്റത്തില്ല. അത് ഡിപ്പെൻഡ്സ് ഓൺ ഐലൻഡ്, സ്കൂള്, മാനേജ്മെന്റ്, നമുക്ക് കിട്ടുന്ന ട്യൂഷൻ കിട്ടുന്നുണ്ട്, അങ്ങനെ OT അങ്ങനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും സാലറിയുടെ കാര്യം പറയാം. എക്സ്പീരിയൻസിന്റെ കാര്യം ഇപ്പം ഞാൻ കണ്ടതിൽ അവർ ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. യൂഷ്വലി അവർ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് എടുക്കുക. എനിക്ക് തോന്നുന്നു അല്ലാത്ത ഫ്രഷേഴ്സിന് കിട്ടിയ കാര്യങ്ങളും എന്റെ അറിവിലുണ്ട് കേട്ടോ. അതായത് ഇവിടെ നാട്ടിൽ 1 year എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് കിട്ടിയതായിട്ടും എന്റെ അറിവിൽ ഒരാളുണ്ട്. പിന്നെ വന്നിട്ട് സാലറി പറഞ്ഞല്ലോ, എക്സ്പീരിയൻസിന്റെ കാര്യവും പറഞ്ഞു. പിന്നെ BEd ഉള്ളവർക്ക് കുറച്ച് എക്സ്ട്രാ ബെനിഫിറ്റ്സ് ഉണ്ട്. BEd ആണ് അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെയൊക്കെയാണ്. അതായത് ഞാൻ എന്റെ വേക്കൻസി വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കണ്ടറിയായിരിക്കും. ഇതെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ മാൽദീവ്സ് ആണ്, അതുപോലെ ഐലൻഡുകളായിരിക്കും. നമ്മൾ ഒരു സിറ്റി ലൈഫോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ല. ഐലൻഡിൽ ചെറിയ ഐലൻഡ് ആയിരിക്കും. അപ്പോൾ അവിടെ പോപ്പുലേഷൻ കുറവായിരിക്കും, ചെറിയ സ്കൂളുകളായിരിക്കും. പക്ഷെ നല്ല ഇന്റർനാഷണൽ സിലബസ് ആണ് കേട്ടോ. സിലബസ് നമ്മുടെ നാട്ടിലത്തെ സിലബസിന് കുറ്റം പറഞ്ഞതല്ല, പക്ഷെ അവരവിടെ ബ്രിട്ടീഷ് കൗൺസിലിന്റെ നല്ല സിലബസ് ആണ് സംഭവം. അതായത് നല്ല രീതിയിൽ പഠിക്കുകയും നല്ല രീതിയിൽ പഠിപ്പിക്കുകയും ചെയ്താൽ അവിടുത്തെ സ്റ്റുഡൻസ് ഒക്കെ ശരിക്കും ഒരു 10th കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരു ആ ഒരു ലെവലാണ് ശരിക്കും. അവിടുത്തെ 10th ഒക്കെ ഭയങ്കര ഹൈ ലെവലാണ്. അത്രയും നല്ല മാർക്കോടുകൂടി പാസ്സാകാന്നൊക്കെ പറയുന്നത് ഒരു ഹൈ ലെവൽ നമ്മുടെ ഡിഗ്രി കഴിയുന്നതിനൊരു ഈക്വൽ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ഐലൻഡിലെ ലൈഫിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇങ്ങനെ നമ്മളൊരു കുറച്ച് നാളത്തേക്ക് ഒരു സമാധാനവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നവർക്ക് നല്ലൊരു ലൈഫായിരിക്കും. ഞാൻ ഒരു മെഡിക്കൽ പ്രൊഫഷനിൽ നിന്നുള്ള ആളാണ്.
ഞാൻ എപ്പോഴും എന്റെ വീഡിയോസ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാൻ മാൽദീവ്സിനെ പറ്റി പ്രൊമോട്ട് ചെയ്യുന്നതല്ല, പക്ഷെ ഞാൻ എപ്പോഴും അതായത് എന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയാം. സോ ഞാൻ എപ്പോഴും എനിക്ക് കിട്ടിയത് എന്താണെന്നറിയില്ല, എനിക്ക് നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് മാൽദീവ്സിന് കിട്ടിയത്. എന്റെ ഒരു സെക്കൻഡ് ഹോം പോലെയൊക്കെ ആയിരുന്നു എനിക്ക്. ഇവിടുന്ന് നാട്ടിൽ നിന്ന് ലീവ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്താ പറയാ, അവിടെ ഒരു വീട് അങ്ങനെ ഒരു ഇതായിരുന്നു. അങ്ങനെയല്ല കേട്ടോ, ഈശ്വര. അതായത് നമുക്ക് നമ്മുടേതായ എന്താ പറയാ വേറൊരു കൺട്രിയിൽ ചെല്ലുകയാണിത്. ഒന്ന് ആലോചിക്കണം, നമുക്ക് ടൈമിങ്ങിൽ ഒരു ഹാഫ് ആൻ അവർ വ്യത്യാസം വരുന്നുണ്ട് മാൽദീവ്സും ഇന്ത്യയും തമ്മിൽ. നമ്മൾ പോകുമ്പോൾ ഇപ്പൊ ഇവിടുന്ന് ട്രിവാൻഡ്രന്ന് ഫ്ലൈറ്റ് കയറിയാൽ 45 മിനിറ്റ്സിൽ മാൽദീവ്സിലെത്തും. എന്റെ വീട്ടിൽ കണ്ണൂർ എത്തണമെങ്കിൽ വൺ ഡേ പിടിക്കും. അപ്പം പക്ഷെ മാൽദീവ്സിലേക്ക് ഞാൻ 45 മിനിറ്റ്സിലെത്തും. പക്ഷെ എന്നാലും ഈ ടൈമിന്റെ വ്യത്യാസമുണ്ട്. എൻറ്റയർലി ഡിഫറെന്റ് ആണ്, വേറൊരു കൺട്രിയാണ്, ഒരു ഇസ്ലാം കൺട്രിയാണ്. കൾച്ചറും കാര്യങ്ങളും ഒക്കെ വ്യത്യാസമാണ്. പക്ഷെ എനിക്ക് എന്റെ ഒരു സെക്കൻഡ് ഹോം പോലെയായിരുന്നു മാൽദീവ്സ്. അപ്പൊ ഞാൻ എന്റെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ പറയുന്നത്. നമുക്ക് നമ്മൾ പറയില്ലേ, ചിലരുടെ ബുക്കിൽ അവരുടെ നല്ല പേജിലായിരിക്കും നമ്മളുണ്ടാവും, പക്ഷെ ചിലരുടെ ആയിരിക്കണം എന്നില്ല. അതൊക്കെ എല്ലാവരുടെയും എക്സ്പീരിയൻസ് ആണ്. അപ്പം എന്താ പറയാ, കുറെ പേർക്ക് എന്റെ അറിവിൽ തന്നെ എന്റെ കൂടെ തന്നെ വന്ന എന്റെ ഒരു കൂടെ ഉണ്ടായിരുന്ന ഒരു ലാബ് ടെക്നീഷ്യൻ ഉണ്ട്. അവനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, അവനൊക്കെ സ്ട്രഗിൾ ചെയ്തതിനൊരു അവൻ എന്തുകൊണ്ടാണെന്നറിയില്ല, ഐലൻഡിലെ ലാബിലാണെങ്കിലും ഒത്തിരി അവനൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടായിരുന്നു അക്കോമഡേഷന്റെ കാര്യത്തിനും. അപ്പം എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. അതിപ്പോ ഇനി ഏത് കൺട്രീന്റെ കാര്യമാണെങ്കിലും, ഇപ്പൊ മാൽദീവ്സിനെ മാത്രം അതിൽ കുറ്റം പറയാനും പറ്റത്തില്ല. കാരണം വെച്ചാൽ ഇപ്പം ഞാനിപ്പോ ഈ റീസെന്റ് ആയിട്ട് ഞാൻ തന്നെ മാൾട്ട എന്ന് പറഞ്ഞിട്ടൊരു കൺട്രിയിൽ വേക്കൻസിന്റെ കാര്യം കണ്ടിട്ട് ഞാനിപ്പോ ആ മാൾട്ടേന്റെ അവിടെയുള്ള ആൾക്കാർ മല്ലൂസിനോട് കാര്യങ്ങൾ ചോദിച്ചു. മാൾട്ട എന്ന് പറയുന്ന ഒരു യൂറോപ്യൻ കൺട്രിയാണ്. അവിടുത്തെ ഒരു വേ ഓഫ് എന്താ പറയുക, ഒരു ലൈഫ് സ്റ്റൈലൊക്കെ യൂറോപ്യൻ സ്റ്റൈലില് കൾച്ചറിൽ നല്ല ഐലൻഡ് പോലെയൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും ഒരു യൂറോപ്യൻ കൺട്രിയാണ്, ഒരു ഇംഗ്ലീഷ് കൺട്രിയാണ്. അപ്പം എന്നിട്ട് പോലും ഇപ്പൊ അവിടെ ഉള്ളവരോട് ചോദിച്ചാൽ അവർ പറയും വരണ്ട, ഇങ്ങോട്ട് വരണ്ട, ഏജൻസിക്കാർ ഇത്ര ചാർജ് ചെയ്യുന്നുണ്ട്, ഇവിടെ പ്രശ്നങ്ങളാണ്. അങ്ങനെ അവർക്കും അതിനെപ്പറ്റി പോസിറ്റീവായിട്ടൊന്നും പറയാനില്ല. ഇപ്പൊ UK കാര്യം, എന്നാൽ UK പോകാന്ന് പറഞ്ഞാൽ UK കാര്യം ചോദിച്ചാൽ അവിടെ ഉള്ളവർ ഇത് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ അവരാരും ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല. അതുപോലെ തന്നെ അങ്ങോട്ടേക്ക് പോകുന്നവരുടെ എണ്ണം കൂടുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ മാൽദീവ്സിലേക്ക് ഇപ്പം ടീച്ചേഴ്സിന്റെ കാര്യങ്ങൾ ഞാൻ ഇതെല്ലാം പറഞ്ഞു വരുന്നത് വെച്ചാൽ, ഞാൻ ഇന്നലെ ഞാനൊരു കമന്റ് കണ്ട, അത് ഈവൻ എന്റെ വീഡിയോസിന്റെ താഴെ ഒത്തിരി പേര്, ഞാൻ ഒരു പ്രാവശ്യം മാൽദീവ്സിനെ പറ്റിയിട്ട് എന്താണ് എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിന് താഴെ എനിക്ക് ഒത്തിരി കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തോ പറയാൻ, എനിക്ക് സത്യങ്ങൾ പറയുമ്പം വാക്കുകൾ മാറിപ്പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ എന്തൊക്കെയോ കമന്റ്സ് ഉണ്ടായിരുന്നു. അപ്പം അത് സത്യങ്ങൾ പറയുന്നത് കൊണ്ടല്ല, ചില സ്ഥലങ്ങളിൽ എനിക്കും അറിയാലോ, അവിടെ ചിലർക്ക് ചില ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പൊ അതിനെപ്പറ്റി എനിക്കും അറിയാലോ. അപ്പം അത് സത്യങ്ങൾ പറയുന്നതിനുള്ള മടി കൊണ്ടല്ല, ഞാൻ എന്റെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം വേറെ എന്താണ്, അപ്പൊ പറഞ്ഞു വന്നത് ഈ കമന്റിനെ പറ്റിയാണ്. അപ്പൊ ഞാൻ മാൾട്ടേനെ പറ്റിയാണ് ഞാൻ വന്ന കുറച്ച് നേരത്തേക്ക് മാൾട്ടയിലോ മാലിയിലോ ഒക്കെ ആയിട്ട് റിലേ പോയതാണ്. അപ്പം മാൾട്ടയിലെ കാര്യം, അപ്പൊ ഇതൊരു യൂറോപ്യൻ കൺട്രി ആയിട്ട് പോലും അവിടെ പറ്റി പറയാൻ വേണ്ടി അവർക്കും ഒരു പോസിറ്റീവ് കമന്റ് ഇല്ല. അതുപോലെ ഇപ്പൊ ഞാൻ പറഞ്ഞ UK കാര്യം, അപ്പം ഇത് ഒരു കൺട്രീന്റെ പ്രശ്നമല്ല. എന്നാൽ പോലും ഒരു ടീച്ചേഴ്സ് റിക്രൂട്ട്മെന്റ് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു നഴ്സസ് റിക്രൂട്ട്മെന്റ് വരുമ്പോഴോ പ്രിഫർ ചെയ്യുന്നുണ്ട് ഒത്തിരി പേര്. അതായത് ഇന്റർവ്യൂവിൽ കിട്ടാണ്ട് വരുന്നവരും അതുപോലെ പല കാരണങ്ങളും കൊണ്ട് കിട്ടാണ്ട് വരുന്നവർ എത്രയോ പേരെന്നോട് ചോദിക്കുന്നുണ്ടെന്ന് അറിയാം. അപ്പം ഒരു ജോബ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ഒരു കൺട്രീനെ പറ്റിയിട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഒരു നമുക്ക് വന്ന എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ ഒരാളോട് ഷെയർ ചെയ്യുമ്പം എല്ലാവർക്കും അത് വരണമെന്നില്ല. ഞാൻ ഒരിക്കലും ഞാനൊരു ഒന്നിനും പ്രൊമോട്ട് ചെയ്യുന്നതല്ല, ഒരാളോടും എനിക്കൊരു കമ്മീഷനോ ഒന്നും കിട്ടാനുള്ള കാര്യമല്ല. പക്ഷെ നമ്മളിപ്പോൾ എവിടെ പോകുന്നുണ്ടെങ്കിലും അവരോട് പറയേണ്ട ഒരു രീതി ഉണ്ടല്ലോ. നമ്മൾ പെട്ടെന്ന് ഒരു കാര്യങ്ങൾ, ഞാനാണെങ്കിലും ഈ മാൾട്ടയിലെ കുറേ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ പറയുക, നമുക്ക് പേടിയാവും, നമുക്കത് അപ്രോച്ച് ചെയ്യാൻ തന്നെ പേടിയാവും. പക്ഷെ അവിടെ ജോലി ചെയ്യുന്നവരുണ്ട്, എത്രയോ വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, അവിടെ സെറ്റിൽ ചെയ്തവരുണ്ടാവും. മാൽദീവ്സിലാണെങ്കിലും എനിക്ക് അറിയാവുന്ന 18, 19, 20 വർഷമായിട്ട് ടീച്ചിങ് ജോബിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ എൻ്റെ അറിവിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു കമന്റ് കണ്ടിട്ടോ അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ കണ്ടിട്ടോ നമുക്ക് പുറത്തു പോയിട്ട് ജോലി ചെയ്യണം, കുറച്ച് നാൾ പൈസ ഉണ്ടാക്കണം, പിന്നെ അവിടെ ആരും പിടിച്ചു വെക്കൊന്നുമില്ല. നമുക്കിപ്പോൾ പോയിട്ട് അവിടെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു വരാവുന്നതേ ഉള്ളൂ. അവിടെ ആരും നിങ്ങളെ തടഞ്ഞു വെക്കും അല്ലെങ്കിൽ ഈ നാട്ടിൽ പോകണ്ടെന്ന് പറയും, അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. എല്ലാം നമുക്കൊരു ഫ്രീഡം ഉണ്ട്. അതുകൊണ്ട് അത്ര ഒരു എന്താ പറയാ, ഭയങ്കര ഒരു ഡേഞ്ചറസ് പ്ലേസ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. എൻ്റെ എക്സ്പീരിയൻസിൽ ഇതുവരെ എനിക്ക് തോന്നിയിട്ടേ ഇല്ല. ടീച്ചേഴ്സിന്റെ കാര്യം എനിക്ക് കൂടുതൽ അറിയത്തില്ല. അപ്പം ടീച്ചേഴ്സിന്റെ കാര്യം എനിക്ക് അത്ര ഡെപ്തിൽ അറിയത്തില്ലെങ്കിൽ പോലും എന്താ പറയാ, നമ്മള് ഇപ്പൊ എൻ്റെ ഒരു റിലേറ്റീവ് ഒരു കൊച്ചു പോയിട്ടുണ്ട്.
ഇപ്പോഴത്തെ ഒരു കഴിഞ്ഞ ഇന്റർവ്യൂവിൽ കിട്ടിയിട്ട് അപ്പം എന്നെ എന്തെല്ലാം സാധനങ്ങൾ എന്തൊക്കെയാണ് അങ്ങോട്ട് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടത് അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ വേറെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോഴും ജോബ് വേണം, അല്ലെങ്കിൽ നമുക്കൊന്ന് സെക്യൂർ ആവണം, കുറച്ച് പൈസ വേണം എന്നൊക്കെ ഉള്ളൊരു പോകുന്നുണ്ട്. പക്ഷെ മെയിൻ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ മാൽദീവ്സിൽ ഇപ്പം എൻ്റെ അറിവിലുള്ള കുറച്ച് നിങ്ങൾ അറിയത്തില്ലാത്ത, ഞാൻ തമിഴിലൊക്കെ ഇട്ട പോലെ നിങ്ങൾക്ക് അറിയില്ലാത്ത അവിടുത്തെ കുറച്ച് പ്രശ്നങ്ങൾ, അതായത് ഇപ്പം നമുക്ക് അവിടെ ഉള്ളവർക്ക് കുറച്ച് അറിയാമെന്ന് വെച്ചാൽ ചില സ്കൂളുകളുടെ മാനേജ്മെന്റ് അവർ നമ്മളോട് ബിഹേവ് ചെയ്യുന്ന ഒരു രീതി, അല്ലെങ്കിൽ അവിടുത്തെ പ്രിൻസിപ്പാളിന്റെ പ്രശ്നങ്ങൾ, അവിടുത്തെ ടീച്ചേഴ്സായിട്ട് വരുന്ന പ്രശ്നങ്ങൾ, മലയാളികൾക്ക് തന്നെ തമ്മിലുള്ള പ്രശ്നങ്ങൾ വേറെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ അവർ നമ്മളോട് എന്തെങ്കിലും അവിടുത്തെ കുട്ടികൾ കുറച്ച് നമ്മുടെ ഈ നാട്ടിലത്തെ ഒരു കൾച്ചറല്ല, അപ്പം നമ്മൾ അവരോട് ബിഹേവ് ചെയ്യുമ്പോൾ കുറച്ച് നല്ല രീതിയിൽ ഇൻ ദ സെൻസ് നമ്മൾ കുറച്ച് എന്താ പറയാ, നമ്മൾ കുറച്ചൊരു കരുതി വേണം അവരോട് പെരുമാറാൻ. കാരണം അവിടെ കുട്ടികൾക്കാണ് ഏറ്റവും പ്രാധാന്യം. അവിടെ ടീച്ചേഴ്സ് അങ്ങനെ തല്ലാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റത്തില്ല. പക്ഷെ നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്ത് അങ്ങനെയൊക്കെയാണ്. പിന്നെ ഈ സബ്ജക്ട് പാസ്സായില്ല എന്നുണ്ടെങ്കിൽ അവർ ചിലപ്പം എന്നല്ല, അവരിപ്പോൾ നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്ത് ലീവ് കഴിഞ്ഞ് വരാനിരിക്കുമ്പോഴായിരിക്കും അവിടെ നിന്ന് പറയുന്നത് നിങ്ങൾക്ക് ടെർമിനേഷനാണ്, നിങ്ങൾ വരണ്ട. അപ്പോൾ അതൊക്കെ മെന്റലി നമുക്ക് ഉണ്ടാക്കുന്ന ഒരു ആഘാതം വലുതായിരിക്കും. ചിലപ്പോൾ നമ്മൾ അവിടെ നിന്ന് എന്തെങ്കിലും ചെറിയൊരു പ്രശ്നത്തിനായിരിക്കും, നമ്മുടെ ഭാഗത്ത് യാതൊരു തെറ്റും ഉണ്ടാവില്ല, പക്ഷെ അങ്ങനെയുള്ള ചെറിയ പ്രശ്നത്തിന് വരെ അവർ ചിലപ്പോൾ ടെർമിനേറ്റ് ചെയ്ത് വിടാം. പിന്നെ അവർ ഒന്നും പറയാതെ, നമുക്ക് ഒരു മുന്നറിയിപ്പും തരാതെ, നമ്മൾ അത്രയും നാൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് ട്രാൻസ്ഫർ അടിച്ച് വേറെ ഏതെങ്കിലും ഒരു ഗുദാവിലേക്ക്, ഏതെങ്കിലും ഒരു സ്കൂളിലേക്ക് പറഞ്ഞു വിടാം. അല്ലെ അവിടുത്തെ ഒരു ലോക്കൽ ആള് ഇപ്പൊ നമ്മുടെ അതേ സബ്ജക്റ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മളോട് അവർക്ക് യാതൊരുവിധ കമ്മിറ്റ്മെന്റും ഇല്ല. അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ. നമ്മളിനി ഏതൊക്കെ രീതിയിൽ അവരോട് എത്ര രീതിയിൽ സ്നേഹത്തോടെ അല്ലെങ്കിൽ കമ്മിറ്റ്മെന്റോടെ എത്ര ജെന്യുവനായിട്ട് നമ്മൾ എത്ര സിൻസിയർ ആയിട്ട് നിന്നാൽ പോലും അവർക്ക് അവരുടെ ഒരു എംപ്ലോയി ആണ്, അതായത് വേറെ കൺട്രിയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സെക്കൻഡ് എംപ്ലോയി ആണ്. സോ നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും, നമ്മളിപ്പോൾ ഈവൻ തെറ്റ് ചെയ്തില്ലേ പോലും, അതാണ് അവിടുത്തെ ഹൈലൈറ്റ്, നമ്മൾ തെറ്റ് ചെയ്തില്ലേ പോലും അവർക്ക് നമ്മൾ എപ്പോൾ വേണമെങ്കിലും പിരിച്ചുവിടാം, ട്രാൻസ്ഫർ അടിക്കാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അവർ ഏറ്റവും മാക്സിമം ചെയ്യുന്ന കാര്യം ഇതാണ്, ടെർമിനേഷനാണ്. അപ്പം അത് ഒരു എന്താ പറയുക, അത് എല്ലാവർക്കും ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞാൽ പോലും നമുക്കൊരു നോട്ടിഫിക്കേഷൻ തരും, അല്ലെങ്കിൽ ഒരു വാർണിംഗ് തരും. അങ്ങനെ പെട്ടെന്ന് അടിച്ചൊരു ട്രാൻസ്ഫർ അങ്ങനെയൊന്നും തരത്തില്ലല്ലോ. അപ്പം നമുക്ക് ചിലർക്കൊക്കെ നമ്മൾ മെന്റലി കുറച്ച് ഡൗൺ ആയിട്ട് നിൽക്കുന്നവരായിരിക്കും, സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പം നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞ് കുട്ടികളുമായിട്ട് നമുക്ക് ചിലപ്പോൾ ഒത്തുപോകാൻ പറ്റുന്നുണ്ടാവില്ല, നമ്മുടെ കൂടെയുള്ള കോവർക്കേഴ്സുമായിട്ട് നമുക്ക് ഒത്തുപോകാൻ പറ്റുന്നുണ്ടാവില്ല, പ്രിൻസിപ്പാളിന്റെ പ്രിൻസിപ്പിൾസുമായിട്ട് നമുക്ക് ഒത്തുപോകാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ ചിലപ്പോൾ നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും അറിയാതെ നമ്മൾ ഉദ്ദേശിച്ചതായിരിക്കില്ല, പക്ഷെ നമ്മുടെ വായിൽ നിന്ന് വന്നത് അതായിരിക്കാം. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ട് അങ്ങനെ നമുക്ക് പണിഷ്മെന്റ്സ് ഉണ്ടാവും. അപ്പൊ ഈ ട്രാൻസ്ഫർ ആവാം, അല്ലെങ്കിൽ ടെർമിനേഷൻ ആവാം. ഇത് നമ്മളൊന്ന് കരുതിയിരിക്കണം. ഇങ്ങനെയുള്ള പണിഷ്മെന്റ്സിന് നമ്മൾ എപ്പോഴും നമ്മുടെ ഒരു മൈൻഡ് പ്രിപ്പയർ ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ മെന്റലി നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരു പ്രഷർ ഉണ്ടാവും, വർക്ക് പ്രഷർ ഉണ്ടാവാം. ചിലപ്പം ചില സ്കൂളിലൊക്കെ ഒരുപാട് ടൈം OT ഒക്കെ ഇടിപ്പിച്ചിട്ട് ചിലപ്പോൾ പൈസ കിട്ടാത്ത പ്രശ്നങ്ങൾ ഉണ്ടാവാം, കൊളീഗ്സിന്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ. അങ്ങനെ അതൊക്കെയാണ് വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഈ ടെർമിനേഷൻ, ട്രാൻസ്ഫർ, ഈ കാര്യങ്ങൾ വർക്ക് റിലേറ്റഡ് ആയിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം. നമ്മൾ അവിടുത്തെ ഒരു ലോക്കലൈസേഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമേ അല്ല. ഇത് മാൽദീവ്സിലെ ഒരു പ്രധാന പ്രശ്നമാണ്. കൂടുതലും ഞാൻ മാൽദീവ്സിൽ വന്നിട്ട് ഒരു ഇങ്ങനത്തെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഞാൻ എന്നോട് മുഖത്ത് നോക്കി പറഞ്ഞ ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ നാട്ടിൽ വന്നിട്ട് കണ്ടിട്ട് ഞങ്ങൾ അവിടെ 2 വർഷം നിന്നു, പക്ഷെ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, പോരുവാന്ന് പറഞ്ഞവരുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു അവരുടെ ഒരു ഇഷ്യൂ എന്തായിരുന്നു. കാരണം എനിക്കിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നതുകൊണ്ട് ഞാൻ തന്നെ ചോദിച്ചു, എനിക്കറിയണമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ വീഡിയോ ഇടുന്നതാണ്. എനിക്കും അതിന്റെ ചെറിയൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ, കാരണം ഞാൻ വേക്കൻസി ഇടുന്നവരെ യൂട്യൂബിൽ വീഡിയോ ഇടുന്നതാണ്. അപ്പൊ ഞാൻ അത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അവർക്ക് അവിടുത്തെ മാനേജ്മെന്റിന്റെ പ്രശ്നം, സ്കൂളിലെ പ്രശ്നമാണെന്നാണ് പറഞ്ഞത്. അപ്പം ചിലർക്ക് ഐലൻഡിലെ പ്രശ്നമായിരിക്കാം, ചെറിയ ഐലൻഡാണ്, അവിടെ നമ്മുടെ ഒരു നാരോ മൈൻഡായിട്ട് നമ്മൾ പോകണം, വേറെ വലിയ ആർഭാടങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നുമില്ല. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ടുള്ളതുണ്ട്. അപ്പോൾ വർക്ക് റിലേറ്റഡ് ആണെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് പ്രഷർ ചെറിയതാണെങ്കിലും ചിലർക്ക് താങ്ങാൻ പറ്റില്ല, ചിലർക്ക് വലിയ കാര്യങ്ങൾ കൊണ്ടൊക്കെ തന്നെ ആവാം. അപ്പം ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ മാൽദീവ്സിലുണ്ട്, അത് പറയാണ്ടിരിക്കാൻ കഴിയില്ല. അത് ഈ ടെർമിനേഷനും ഈ ട്രാൻസ്ഫറിന്റെ കാര്യങ്ങളൊക്കെ അത് എനിക്ക് തോന്നാതെ എനിക്ക് എവിടെയാണെങ്കിലും, ഇപ്പം വേറെ നമ്മളൊരു കൺട്രി പോയാലും, പിന്നെ മാൽദീവ്സിൽ എന്താ വെച്ചാൽ അവർ ചെറിയ കാര്യങ്ങൾക്കും ഈ ട്രാൻസ്ഫർ അടിക്കുന്ന ഒരു പ്രശ്നം നല്ലോണം ഉണ്ട്. നമ്മളിപ്പം ഒരു ഐലൻഡിൽ ഒന്ന് പച്ച പിടിച്ച് വരുമ്പോഴായിരിക്കും ഒരു ലോക്കലൈസേഷൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നത്. അപ്പം നമ്മൾ പെട്ടെന്ന് ട്രാൻസ്ഫർ ആക്കുമ്പോൾ നമ്മളത് മെന്റലി പ്രശ്നമാകും. പക്ഷെ ഞാനൊക്കെ ഉണ്ടല്ലോ, എന്റെയൊക്കെ കാര്യം ഞാനൊക്കെ എനിക്ക് ട്രാൻസ്ഫറിലുപരി ഞങ്ങൾക്ക് ഈ ഡെപ്യൂട്ടേഷൻ ഡ്യൂട്ടി ഇടും. അതായത് വേറെ ഐലൻഡിൽ നിന്ന് ഒരു ലാബിൽ ഒരാളൊക്കെ ഉള്ളിടത്തുനിന്ന് ഇപ്പം നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ആളുണ്ടാവില്ലല്ലോ, അപ്പം നമ്മൾ അവിടത്തേക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടി വരും.
ഇപ്പൊ ഞാൻ എത്ര ഐലൻഡ് കറങ്ങിയത് എനിക്കെന്നെ അറിയില്ല. പക്ഷെ എനിക്കത് ഞാൻ ചെല്ലുന്നിടത്തല്ല ഞാൻ അവിടെ ചെന്നിട്ട് എന്താ പറയാ, അവിടുത്തെ നമുക്ക് ട്രാൻസ്ഫർ ഡ്യൂട്ടിക്ക് ചെല്ലുമ്പോൾ പക്ഷെ അക്കോമഡേഷൻ ഒക്കെ പക്കയായിരിക്കും. അപ്പൊ അവിടെ ചെന്ന് വീണ്ടും അവിടെയുള്ള ആൾക്കാർ മലയാളീസ്, എവിടെ ചെന്നാലും മലയാളീസ് ഉണ്ടാവും. ഇപ്പൊ ഈ മാൽദീവ്സിലെ തന്നെ കാര്യം, നമ്മളിപ്പോ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും മാൽദീവ്സിൽ എത്ര ഇൻഹാബിറ്റന്റ് ഐലൻഡ് ഉണ്ടോ ആ ഐലൻഡുകളിലെല്ലാം ഒട്ടുമിക്ക സ്കൂളുകളിലും ഒരു 90% ഇന്ത്യൻ ടീച്ചേഴ്സാണ്, അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ടീച്ചേഴ്സാണ്. ലേഡീസ് ആയിക്കോട്ടെ, സാറുമാർ ആയിക്കോട്ടെ, ടീച്ചേഴ്സാണ്. അപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മൾ പൊയ്ക്കോളൂ. ആരും അവിടെ പിടിച്ചു വെക്കാനോ ആക്കാനോ വരുന്നില്ല. നമുക്കൊരു വേറൊരു കൺട്രിയിൽ ഒരു എക്സ്പീരിയൻസ് ആയി, കുറച്ച് നാളൊരു ഏൺ ചെയ്യുന്നു, അങ്ങനെ വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. പക്ഷെ മെന്റലി ഒരു പ്രഷർ കൊണ്ട് ഒരിക്കലും ഒരിടത്തും ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഓരോരുത്തരുടെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ ഞാനൊരു കമന്റ്, ഞാൻ ആളുടെ പേരൊന്നും പറയുന്നില്ല, ഒരു കമന്റ് ആണ്. ഇറ്റ് മേ ടുക്ക് അട്രാക്റ്റീവ് അറ്റ് ഫസ്റ്റ്, അതായത് വർക്കിംഗ് ഇൻ ദ മാൽദീവ്സിനെ പറ്റിയാണ് പറയുന്നത്. ഇറ്റ് മേ ടുക്ക് അട്രാക്റ്റീവ് അറ്റ് ഫസ്റ്റ് ബട്ട് വർക്കിംഗ് ഇൻ ദ മാൽദീവ്സ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ പ്രൊഫഷണൽ ടീച്ചേഴ്സ്. Only those who are unable to find any other job or are in very difficult situation in India may consider going, but life there will eventually feel wasted. The agencies demand a commission of around 2 lakhs rupees, and to recover this amount you will need to work for at least 8 months before actually earning for yourself. Although the salary is shown as 75,000, due to the country's restriction, you can only send around 33 at home. അതൊക്കെ ശരിയാണ് കേട്ടോ. ഇപ്പൊ ഞങ്ങൾക്കാണെങ്കിൽ പോലും കിട്ടുന്ന പൈസ മുഴുവൻ നാട്ടിലേക്ക് അയക്കാൻ പറ്റില്ല. അവർക്ക് അവിടെ അതൊക്കെ അവരുടെ കൺട്രീന്റെ റൂളാണ്. അതിനെതിരേക്ക് ഇങ്ങനെ എന്തൊക്കെയോ നടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് കുറച്ച് പൈസ നാട്ടിലേക്ക് അയക്കാൻ പറ്റുള്ളൂ. എത്രയാ ഇപ്പൊ ഇവര് പറഞ്ഞ ഇതിനകത്ത് പുള്ളിക്കാരൻ 33,000 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അങ്ങനെ എങ്ങനെയൊക്കെയോ ഒക്കെ അയച്ചു പോകുമായിരുന്നു ഞങ്ങളൊക്കെ എന്നൊക്കെ. പിന്നെ എന്താണ്, മാൽദീവൻ സ്കൂൾ എക്സ്പീരിയൻസ് ഈസ് നോട്ട് റെക്കഗ്നൈസ്ഡ് ഓർ വാലിഡ് ബൈ സ്കൂൾസ് ഓർ കൺട്രീസ് ഇൻ ദ ഫ്യൂച്ചർ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അതിനെപ്പറ്റിയൊന്നും എനിക്കറിയില്ല. ദ സ്റ്റുഡൻസ് ആർ ജനറലി ബിലോ സ്റ്റാൻഡേർഡ് ആൻഡ് ഇഫ് ടീച്ചേഴ്സ് കണ്ടിന്യൂ ദെയർ ഓൺ പ്രൊഫഷണൽ ഗ്രോത്ത് മൈ ഡിക്ലൈൻ. ഈ പറഞ്ഞതിൽ ഒരു കാര്യം, അതിപ്പോൾ ഞങ്ങളുടെ കാര്യമാണെങ്കിലും മെഡിക്കൽ പ്രൊഫഷണലിന്റെ കാര്യമാണെങ്കിലും നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ ഭയങ്കരമായിട്ട് ഇപ്പൊ നമ്മൾ പറയില്ലേ, നമ്മുടെ കരിയർ കുറച്ചും കൂടി ഒരു ഇതാക്കണം, അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈവൻ നമ്മുടെ നഴ്സസ് ആയിക്കോട്ടെ, അത് ഞാൻ തുറന്നു പറയാലോ. ഇപ്പൊ ഞങ്ങളായിക്കോട്ടെ, നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഓരോ ഐലൻഡിലും പോപ്പുലേഷൻ കുറവാണ്. അപ്പം വലിയ വലിയ ഹോസ്പിറ്റലും കാര്യമൊന്നുമല്ല ഐലൻഡുകളിലുണ്ടാവാം. ഈ ഹെൽത്ത് സെന്ററിൽ വരുന്ന പേഷ്യൻസിന്റെ എണ്ണം അത്രേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഡീൽ ചെയ്യുന്ന രോഗങ്ങൾ അത്രേ ഉണ്ടാവുള്ളൂ. അപ്പം ജസ്റ്റ് ഒരു ക്യാനിൽ ഇടുക, അല്ലെങ്കിൽ ഞങ്ങൾക്കാണെങ്കിലും കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ, വർക്ക് ലോഡൊന്നുമില്ല. സോ നമുക്ക് നമ്മുടെ കരിയർ ഗ്രോത്ത് ഉണ്ടാവില്ല, അത് സത്യം തന്നെയാണ്. കാരണം ഒത്തിരി നമ്മൾ എക്സ്പ്ലോഷൻ കിട്ടുന്നില്ല, നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ ഫീൽഡ്. സോ അതൊരു കാര്യം തന്നെയാണ്. അതിപ്പോൾ ടീച്ചേഴ്സിന്റെ കാര്യം പുള്ളി പറഞ്ഞ അങ്ങനെ തന്നെയാണ്. എനിക്ക് ടീച്ചേഴ്സിന്റെ കാര്യം അറിയില്ല. അപ്പം അതൊരു കാര്യമാണ്. വേറെ എന്ന് പറയുന്നത്, പുള്ളി എന്താ പറഞ്ഞത്, ഇൻ റിയാലിറ്റി ദ ഗവൺമെന്റ് ഇറ്റ് സെൽഫ് ഡസ് നോട്ട് ചാർജ് ടീച്ചേഴ്സ് എനി ഫീ ഓർ അപ്പോയിന്റ്മെന്റ്, ബട്ട് the recruitment agencies may pay money directly to the education minister to secure contact. Minister is eager to appoint. The whole system had become a trap എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. അത് എന്താണ്, അത് ട്രൂ ആണെന്നൊക്കെ പറഞ്ഞിട്ട് കുറെ പേര് അതിന് താഴെ കമന്റ്. ഇതിലൊരു കാര്യം വെച്ചാൽ, ഈ ടീച്ചേഴ്സ് വേക്കൻസി എന്നും പറഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ഇട്ട ഒരു പോസ്റ്റാണ് കേട്ടോ. അതായത് ഇതെല്ലാവരും കാണുന്നതാണ്. അതിന്റെ അടിയിലിട്ടൊരു വന്നൊരു കമന്റ് ആണ്. അപ്പം ഇതുപോലെ തന്നെ എന്റെ യൂട്യൂബ് വീഡിയോസ് എടുത്താലും കാണാൻ പറ്റും അങ്ങനത്തെ കുറെ കമന്റ്സ്. ഞാനെന്തോ തുറന്നു പറയുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ കമന്റ്സ് ഉണ്ട്. ഞാൻ തുറന്നു പറഞ്ഞത് ഇത്രയും തന്നെയാണ്. ഇതൊക്കെ മാൽദീവ്സിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. ഈ പുള്ളി പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ശരിയായിരിക്കാം. പക്ഷെ ഇപ്പോഴും ആൾക്കാർ പോകുന്നുണ്ട് ടീച്ചേഴ്സ് ജോബിന്, വേക്കൻസിക്ക് ഇപ്പോഴും എന്നോട് അന്വേഷിക്കുന്നുണ്ട്. കിട്ടിയില്ല, അപ്പോയിന്റ്മെന്റ് വന്നില്ല, അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് മെസ്സേജ് വരുന്നുണ്ട്. ആൾക്കാർ ചോദിക്കുന്നുണ്ട്. എൻ്റെ ഒരു ഫ്രണ്ട്, ഞാൻ എപ്പോഴും മെൻഷൻ ചെയ്യാറുണ്ടല്ലോ, SR ഹോളിഡേയ്സ് പറഞ്ഞിട്ട്, അവര് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അവർക്ക് ഇഷ്ടംപോലെ ആൾക്കാർ വീണ്ടും ഇന്റർവ്യൂസിന് വരുന്നുണ്ട്, കിട്ടാത്തവർ എന്നോട് ചോദിക്കുന്നുണ്ട്. അപ്പം ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ പ്രശ്നങ്ങളില്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. നിങ്ങളറിയാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാവാം. അവിടെ വർക്ക് ചെയ്യാത്തവർ എങ്ങനെയാണ് ഇത് അറിയുന്നത്, അല്ലെങ്കിൽ അവിടെ ഇതുവരെ താമസിച്ചിട്ടില്ലാത്തവർ എങ്ങനെയാണ് ഇത് അറിയുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ഉള്ളത് തന്നെയാണ്. ഇത് തുറന്നു പറയുന്നതുകൊണ്ട് ഒരിക്കലും ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഇത്രയും നാൾ പറയാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്, അതുപോലെ ഞാൻ എൻ്റെ ഐലൻഡിൽ കണ്ട ടീച്ചേഴ്സിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്കും അറിയായിരുന്നു. ഇവരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ ഞാൻ നിന്ന ഐലൻഡിൽ തന്നെ ഒരു ടീച്ചറിനെ നാട്ടിൽ പോയിട്ട് അവരുടെ സബ്ജക്റ്റില് പാസ് മാർക്ക് ഇല്ല, അതായത് ഒരു കുട്ടിയും പാസ് അങ്ങാനായിട്ടില്ലെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ ആയപ്പോൾ
അവർ സ്കൂളിൽ നിന്ന് വിളിച്ച് പറഞ്ഞു ലീവ് കഴിഞ്ഞ് തിരിച്ചു വരേണ്ട, നിങ്ങൾക്ക് ടെർമിനേഷൻ ആണെന്ന്. അതൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ നമ്മുടെ സാധനങ്ങളോ തിങ്സോ ഒന്നും എടുത്തിട്ട് പോലും പോയിട്ടില്ല. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, ഈ ട്രാൻസ്ഫർ, ടെർമിനേഷൻ, നമുക്ക് വർക്ക് പ്രഷർ ഞാൻ പക്ഷെ എൻ്റെ വീഡിയോസിലൊക്കെ വർക്ക് പ്രഷർ കുറവാണ് മാൽദീവ്സിൽ നിന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ടീച്ചേഴ്സിന്റെ കാര്യത്തിൽ കുറച്ച് വർക്ക് പ്രഷർ ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നതെന്നൊക്കെ. അപ്പം എന്താണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചിന്തിക്കേണ്ടത്, നമുക്കിപ്പോൾ ഒരു ജോലി പുറത്ത് വേണോ, എബ്രോഡ് പോകണോ? അപ്പോൾ നമ്മൾ എന്തായാലും കുറേ കൺട്രീസിനെ പറ്റി ചിന്തിക്കും. ഇപ്പം ഞാനിപ്പോൾ ഇത് മാൽദീവ്സിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു പോകണമെന്ന് ഞാൻ ഒരുപാട് വട്ടം ചിന്തിച്ചാണ്. കുവൈറ്റ്, സൗദി, ഒമാൻ വേക്കൻസീസ് ഇല്ലാഞ്ഞിട്ടല്ല, നമുക്ക് പോകാം. ഇപ്പോൾ കുവൈറ്റിലേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പോയി. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, എടാ കുവൈറ്റിൽ ഇങ്ങനെ വേക്കൻസി ഉണ്ടെന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട് വന്നാലോ? അപ്പം അവനടി ഇവിടെ മിനിസ്ട്രി ആണെങ്കിൽ ഓക്കെ, അല്ലാണ്ട് പ്രൈവറ്റ് വൈസിൽ വന്നാൽ ഇവർ കമ്പനിക്കാരാണ്, നമുക്ക് സാലറിയുടെ പ്രശ്നങ്ങളൊക്കെ. കാര്യം സാലറി ഉണ്ട്, 1 lakh above ഉണ്ട്, പക്ഷെ നമുക്കത് കറക്റ്റ് കിട്ടണമെന്നില്ല ഇന്ന ഡേറ്റ്. മാൽദീവ്സിൽ സാലറിയുടെ കാര്യമൊക്കെ പക്കയാണ്. നിങ്ങൾക്കൊരു 29-30 ഒരു മന്ത് ഡേറ്റ് ഉണ്ടെങ്കിൽ, നിങ്ങൾ മിനിസ്ട്രി ആണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ സാലറി കയറിയിരിക്കും. അതൊക്കെ ഗ്യാരണ്ടിയാണ്, അഷ്യൂർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം കുവൈറ്റ്, ഇപ്പൊ സൗദി നമ്മൾ പോവാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ പറയും സൗദിയിലേക്കാണ്, വർക്ക് ലോഡാണ്, ഭയങ്കര പണിയാണ്. അങ്ങനെ പ്രൈവറ്റ് നമ്മളിപ്പോൾ ഏതൊരു കൺട്രി നമ്മൾ തിരഞ്ഞെടുത്താലും, നിങ്ങളിപ്പം ഏത് കൺട്രി നിങ്ങൾ പ്രൈവറ്റിലേക്ക് നോക്കിയാലും പ്രൈവറ്റിലെ ആ ഒരു സെക്ടറും ഗവൺമെന്റ് സെക്ടറും നമ്മളോട് ബിഹേവ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതി എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അതൊരു ഗവൺമെന്റ് സെക്ടറിലും പ്രൈവറ്റ് സെക്ടറിലും വർക്ക് ചെയ്തവർക്ക് മാത്രം മനസ്സിലാവുന്ന കാര്യമാണ്. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്നാൽ വീഡിയോ ലെങ്ത് കൂടി പോകുന്നല്ലാണ്ട് ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ഇപ്പോൾ വേക്കൻസി വന്നിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് ചെയ്യുക, നമുക്ക് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിൽ ഇനി അത് പോകാൻ പറ്റില്ല, മറ്റുള്ളവർ പറയുന്നത് നമുക്ക് കേൾക്കുമ്പോഴും അല്ല അവരുടെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് ഉറപ്പാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ചെയ്യാൻ നിൽക്കരുത്. അത് വിട്ടേക്കുക, നമുക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസ് വരും. അപ്പം എന്താണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നീണ്ടു പോവുള്ളൂ. സോ വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ മെൻഷൻ ചെയ്യുന്ന ഏജന്റിന്റെ നമ്പർ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. ബാക്കി ഐലൻഡിലെ ഡീറ്റെയിൽസോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ, എനിക്ക് മെസ്സേജ് അയച്ചാലും ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാലും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എന്താണ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Until then, this is me Anju Seki signing off. Thank you so much for watching my video. Ta-da!